ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല വീഡിയോ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ആ സമയത്താണ് തോന്നുമ്പോൾ വന്നിട്ട് മോഗാക്കാന്ന് എഴുതി അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ പ്ലാനൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ മുട്ട റോസ്റ്റും സുണോ പതുക്കെ ബാക്കിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. കുട്ടികൾ ടി വി കാണാണ്. അപ്പോൾ ഫാമിലിയിലുള്ള കാര്യം കുട്ടികളുടെ ഡിസ്റ്റർബൻസ് ഒക്കെ. അപ്പോൾ മുട്ട റോസ്റ്റും പൊറാട്ടയും നല്ല കോഫിയാണ് ഇന്ന്. പാൽ കോഫിയാണ്. അപ്പൊ ഞങ്ങൾ നാട്ടില് ചായ ഞാൻ കുടിക്കാറുണ്ടായിരുന്നില്ല. പതുക്കെ ചായ കുടിക്കാൻ മാറ്റിയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ വീണ്ടും ചായയിലേക്ക് വന്നു. കാരണം ഇവിടെ തണുപ്പുകൊണ്ട് ഒരു ചായ കുടിച്ചാൽ നല്ല സുഖമാണ്. ഇവിടുത്തെ ആളുകളൊക്കെ കൂടുതലും ഈ BP ഒക്കെ സാധനമല്ലോ, അങ്ങനെ വീതി ഊതി അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. കുട്ടികൾ വരെ സ്കൂൾ പോകുന്ന, അപ്പോ സ്കൂൾ പോണ കൊച്ചുങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ടി വി വേണോ? രണ്ടാളുണ്ട്, ഒരു ടി വി ഉണ്ട്. ഭയങ്കര പ്രശ്നമാണ്. ഒരാൾക്ക് പറ്റും, ഒരാൾക്ക് പറ്റൂല. ഇനു കുറച്ചൊരു ടി വി എടുത്ത സുനോ. ചെല ഓക്കെ. അപ്പൊ ഇവിടെയുള്ള ചെറിയ സ്കൂൾ 6ാം ക്ലാസ് പോണ കുട്ടികളടക്കം ഈ സിസ്റ്ററിന് പോലെ സാധനം വലിച്ചിട്ടൊക്കെ സ്കൂളിൽ പോണത്. എന്താണ് അതിന്റെ അവസ്ഥ നമുക്കറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോക്ക് പോവാണ്. നമ്മൾ ഇന്നലെ ഞാൻ രാവിലെ മുട്ട റോസ്റ്റ് പൊറോട്ട കഴിക്കേണ്ട മുന്നേ ഞാനൊരു ബിരിയാണിയുടെ പ്ലാൻ ചെയ്തിരുന്നു. ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ഇനി വീഡിയോക്ക് പോകുന്നത്. അപ്പൊ ഏകദേശം ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ട് ഇനി ബിരിയാണിയുടെ മസാല കൂട്ടലും അങ്ങനത്തെ പരിപാടിയാണ്. അപ്പൊ നമ്മളൊരു ഫുഡ് ബ്ലോഗ് ആയിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബിരിയാണി വെക്കണ കാര്യങ്ങളൊക്കെ കാണാം. നമ്മളൊപ്പം കൂടി നമ്മളെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അതിന്റെ മസാല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പഠിപ്പിച്ചു നിൽക്കുന്നത് എന്റെ വൈഫിന്റെ മദർ. അവർ വെക്കുന്ന ഒരു ലെവലിലാണ് ഞങ്ങൾ ബിരിയാണി ഒക്കെ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് അപ്പോ വൈഫിന്റെ മദർ ഞാൻ അവിടെ ചെന്ന സമയത്ത് അവർ വെച്ചിരുന്നൊരു ബിരിയാണി, നല്ല ടേസ്റ്റുള്ള ബിരിയാണി. അപ്പം ചോദിച്ചു, എന്താണ് നിങ്ങൾ ബിരിയാണി ഇങ്ങനെ ടേസ്റ്റ്, അപ്പൊ എങ്ങനെയാണ് അതിന്റെ റെസിപ്പി എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞതാണ്. അപ്പൊ അവര് ഒരു സാധനം അവോയ്ഡ് ചെയ്യാൻ പോകുന്നത്. അതെന്താന്ന് ഞങ്ങൾക്ക് ബിരിയാണി വെച്ചുകൊണ്ടിരിക്കാൻ സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ. എന്റെ അമ്മി വെക്കില്ല ബിരിയാണി, അടിപൊളി ബിരിയാണി. എന്റെ അമ്മന്റെ ബിരിയാണി സൂപ്പർ. ഏതുമ്മാര് വെച്ചാലും ബിരിയാണിക്ക് ഒരു രസം വേറെ തന്നെയാണ്. ഞാനും എന്റെ ഉമ്മയാണ് ഫസ്റ്റ് ബിരിയാണി പഠിച്ചു വെക്കുന്നത്. ഞാൻ എന്റെ അമ്മയും എന്റെ ഉമ്മാന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊരു അയൽവാസിയുടെ സമീർ എന്ന് പറഞ്ഞ ഒരാൾ, അയാളെ വീട്ടിൽ ബിരിയാണി വെക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ ബിരിയാണി തുടക്കം മുതൽ ഒടുക്കം വരെ ഞാനും എന്റെ ഉമ്മയും അടുത്ത് നിന്ന് വാച്ച് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു ദിവസം ബിരിയാണി വെച്ചു. അങ്ങനെ ഞാനും ഉമ്മയും ഒരുമിച്ചാണ് ബിരിയാണി വെച്ച് തുടങ്ങിയത്. ഉമ്മയാണ് എനിക്ക് ബിരിയാണി ഒക്കെ പഠിപ്പിച്ചത്. അപ്പോ ഇപ്പോഴും അങ്ങനെ വെച്ച് പോകുന്നു. വലിയ ബിരിയാണി വെക്കലായിരുന്നല്ല, നമുക്ക് കഴിക്കാം, വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള, കഴിച്ചിട്ടല്ല നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സലാമിന്റെ ബസ്മതി റൈസ് ആണ്. ഇവിടെ പല അരികളും നമുക്ക് ഇഷ്ടംപോലെ ബ്രാൻഡിൽ കിട്ടും, പല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് കുഴപ്പമില്ല, എടുത്ത നല്ല 5 കിലോത്തിന്റെ എടുത്തിരുന്നത്. ഞങ്ങൾ ഫ്രൈഡ് റൈസ് വെക്കാനും ഇതാ ഉപയോഗിക്കാറ്, ബിരിയാണി വെക്കാനും ഇതാ ഉപയോഗിക്കാറ്. അപ്പൊ നമുക്ക് കുറച്ച് സവാള എന്ത് ചെയ്യാം, ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ചെറിയൊരു 75 കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ. അപ്പൊ അതാണ് തുടങ്ങുന്നത്. ഒരു നുള്ള് ഷുഗർ, സൺഫ്ലവർ ഓയിൽ, ഈ ഒരു കാര്യമാണ്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചതച്ചെടുക്കണം. എല്ലാവരും കാണിക്കുക എന്താ വെച്ചാൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചതക്കാറ്. പക്ഷെ അങ്ങനെ അല്ലാതെ സെപ്പറേറ്റ് ഒന്ന് ചതച്ചെടുത്തു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ വേറെയാണ്.
അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് അരച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബിരിയാണിയുടെ നല്ല സ്മെല്ല് വരുന്നത് ഈ സാധനം ചേർക്കുമ്പോഴാണ്. അപ്പോൾ നന്നായിട്ട് അരച്ച് സെപ്പറേറ്റ് അരച്ചതിന് ചേർത്താലാണ് ആ ഒരു ഇതിൻ്റെ ഫ്ലേവറുകൾ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ഒരുമിച്ച് അരച്ചിട്ടാണ് എല്ലാവരും ചേർക്കാറ്. പക്ഷെ അത് ഒന്ന് മാറ്റി പിടിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കുള്ളൂ. അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അരി ഒരു 75-80% വെന്താൽ മതി. ബാക്കി നമുക്ക് ദമ്മിൽ വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾ, കുരുമുളക്, നല്ല നാടൻ മല്ലിപ്പൊടിയാണ് നാട്ടിൽ നിന്ന് കൊടുന്നല്ല കൊടുത്തയച്ചത്. ഗരം മസാല. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടി നമ്മളിത് ചേർക്കുന്നില്ല. മുളക് പൊടി ചേർക്കാതെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ ഇതിൽ വെറും സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചേർത്തിട്ടുള്ളൂ. നമ്മൾ നെയ്യും മറ്റേ RKG ലാഡൊന്നും അല്ല ചേർത്തിട്ടുള്ളത്. വെറും സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ചിക്കൻ എന്ത് ചെയ്യാം, ഒന്ന് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല പിടിച്ചിട്ട് നമ്മൾ 2 പൗഡർ കൂടി ചേർക്കണം. നമുക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇടാം. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, വലിയ ഉള്ളി, അത് ജസ്റ്റ് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഫ്രൈ ചെയ്ത ഉള്ളിയുടെ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ഒരു ഫ്ലേവറും സ്മെല്ലും കിട്ടും. നമുക്കിനി 2 ടീസ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട്. ഈ തൈര് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് നമ്മൾ ദമ്മിടാൻ പോവാണ്. നമ്മൾ മസാല കൂട്ടിയിട്ട് ഇതിലേക്ക് മാറ്റുക. നമ്മൾ ചോറിടുക. ഇനി നമ്മൾ ലാസ്റ്റ് ഇപ്പോഴാണ് നമ്മൾ നെയ്യ് ചേർക്കാറ്. ഇതുവരെ നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല. നെയ്യ് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അണ്ടിപ്പരിപ്പും മുന്തിരി വേണം. ഞാനത് എടുക്കാൻ മറന്നുപോയി. സാധനമുണ്ട്, പക്ഷെ ഫ്രൈ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്തു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നുണ പറയില്ല, ഒരു സാധനം റെഡിയാണ് അല്ലേ. അണ്ടിപ്പരിപ്പൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഫ്രൈ ചെയ്യാൻ മറന്നു പോയത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മുറിക്കുക. 2 സൈഡ് എടുത്തിട്ട് അടച്ചിട്ട് നമ്മൾ ഒരു ദമ്മാണ് ഇടുന്നത്. എന്നിട്ട് ഈ പാത്രം അടപ്പെടുത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലേ പ്രസ് ദമ്മായി. അങ്ങനെ നമ്മളെ ദമ്മ് ഒരു അരമണിക്കൂർ 3 മണിക്കൂർ. അപ്പൊ ഞങ്ങള് ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ദമ്മ് ഏകദേശം നന്നായിട്ട് നമ്മള് റൈസ് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ആദ്യം എല്ലായിടത്തോടും ഇങ്ങനെ മിസ്സാക്കിയിട്ട് മുകളിൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. കുട്ടികൾക്കുള്ളത് എരില്ലാതെ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഇട്ടതല്ലേ. കുറച്ച് റൈസ് നമ്മൾ കൊച്ചുങ്ങൾക്ക് വേണ്ടി ആദ്യം മാറ്റാം. നമ്മൾ റൈസ് വേറെ ഇതിലേക്ക് മാറ്റാം. ശരിക്കും ഞാൻ എന്ത് ചെയ്യാലും ഇതിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ആക്കലാണ്. പക്ഷെ
നമ്മളെ ചിക്കൻ ബിരിയാണി. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സ്പെഷ്യൽ നമ്മളെ റെസിപ്പി ബിരിയാണി അത് ജസ്റ്റ് നിങ്ങൾ അതുപോലെ വെച്ച് നോക്കുള്ളൂ. ഒരു തൈരും ചിക്കനും കണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ എടുത്തിട്ട് ചോറും ഇങ്ങനെ അടിപൊളി ബിരിയാണിയാണ്. നെയ്യൊക്കെ കുറവാണ്, എരി കുറവാണ്, നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം.